സേനാപതിയുടെ രണ്ടാം വരവിന് വേണ്ടിയിട്ട് കംബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തി. ഇന്ത്യയിലേക്ക് സേനാപതി വരുമ്പോൾ അവിടെയുള്ള പേക്കൂത്തുകളൊക്കെ കാണുമ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയിട്ടുണ്ടാവണം. കഷ്ടപ്പെട്ടത് വെറുതെ. അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ മർമ്മകലയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മർമ്മക്കുത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് സേനാപതിക്ക് അതിനെ കുറിച്ചിട്ട് വശമുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ വെറൈറ്റി ടൈപ്പ് കുത്തുകൾ നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു കുത്ത് ഇതിന്റെ ഡയറക്ടർക്ക് കൊടുക്കാൻ നമുക്ക് തോന്നും, ശങ്കറിന് തന്നെ. കാരണം എന്ത് കോമാളിത്തരാണ് കാണിച്ചു വെച്ചേക്കണെന്ന് നമുക്ക് തോന്നും. സിനിമയുടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആണെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മ്യൂസിക് കയറുള്ളത് അനിരുദ്ധാണ്. കാരണം അനിരുദ്ധ് ജവാൻ തൊട്ട് ഇങ്ങോട്ടേക്കുള്ളതിലെ ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗൂസ്ബം തരുന്ന ഒരു മ്യൂസിക് തരാൻ ആൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇതിലേക്ക് വരുമ്പോഴും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കമൽഹാസൻ പറയുന്നുണ്ടായിരുന്നു പ്രസ് മീറ്റില്, ഇന്ത്യൻ 2 ആൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഇന്ത്യൻ 3 ആണ്. ഇന്ത്യൻ 3യുടെ ട്രെയിലർ ലാസ്റ്റ് കാണിക്കുന്നുമുണ്ട്. പക്ഷെ പടം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ